ഹലോ. അതെ, ഇന്ന് നമുക്ക് സിമ്പിളായിട്ട് ഒരു അയിലക്കറി വെച്ചാലോ. ഇന്ന് ഞാൻ അയില തിളപ്പിക്കാൻ പോണത് വിനാഗിരി ഒഴിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. പിന്നെ അതെ, എനിക്ക് കുറേ വ്യൂ ഒക്കെ വരുന്നുണ്ട്, പക്ഷേ സബ്സ്ക്രൈബേഴ്സ് തന്നെയില്ല. അത് നിങ്ങൾ കാണുന്ന ആൾക്കാരൊക്കെ ആ സബ്സ്ക്രൈബ് ബട്ടണിലൊന്നും നിൽക്കാൻ പാടില്ലേ? അത് നിങ്ങളെ പിടിച്ച് കടിക്കത്തൊന്നുമില്ലല്ലോ. അപ്പോൾ കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോ കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അതേ നല്ല പച്ച അയിലയാണ് കേട്ടോ കിട്ടിയേക്കുന്നത്. ഇനി ആദ്യം തന്നെ നമുക്ക് നന്നായിട്ട് വെട്ടി കഴുകിയിട്ടൊക്കെ വരാം കേട്ടോ. അപ്പോൾ അതേ നന്നായിട്ട് വെട്ടി തേച്ച് കഴുകി വരഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം വറുക്കാനല്ല, കുറച്ച് വറുക്കും. പിന്നെ ഈ വരഞ്ഞ് കറി വെക്കുമ്പോഴേക്കേ നല്ല ശരിക്കും അതിനകത്തോട്ടൊക്കെ ഉപ്പും പുളിയൊക്കെ പിടിക്കും. ഇതിപ്പോൾ ഞാൻ മുറിക്കണില്ല, രണ്ടാക്കി നുറുക്കണില്ല. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ കൂടുതൽ ഇങ്ങനെ വരഞ്ഞത്. അപ്പോൾ ഇനി ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ദേ നമ്മുടെ ചെറിയുള്ളി, പച്ചമുളക്, ഇഞ്ചി ഇതെല്ലാം കൂടി നന്നായിട്ട് ക്രഷ് ചെയ്തതാണ്. വെളുത്തുള്ളി എടുത്തിട്ടില്ല കേട്ടോ. തിളപ്പിക്കണ കറിക്ക് ഞാൻ അങ്ങനെ വെളുത്തുള്ളി ഇടാറില്ല. പിന്നെ ഒരു സാധനം കൂടി എടുത്തിട്ടുണ്ട്. ഇത് അയിലയുടെ കരളാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ അയിലയുടെ കരളെടുക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടണം കേട്ടോ. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടണേ. ചട്ടി ചൂടായി, എണ്ണ ഒഴിച്ചിട്ട് ഇനി ഇതെല്ലാം വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇനി ഇതിലോട്ട് നമുക്ക് പൊടികൾ ഇടാം കേട്ടോ. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഞാൻ ഇച്ചിരി വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് മൂക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ വെള്ളം തിളച്ചു. ഇനി ഇതിലോട്ട് നമുക്ക് മീൻ പെറുക്കിയിടാം കേട്ടോ. അപ്പോൾ മീനിട്ടു. ഇനി നമുക്ക് ഇതിലോട്ട് വിനാഗിരി ഒഴിച്ച് കൊടുക്കാവേ. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഉപ്പിട്ടായിരുന്നേ. ഇനി 2 കറിവേപ്പില വെച്ച് കൊടുക്കാം കേട്ടോ ഗൈസ്, ഒരു ഭംഗിക്ക്. പിന്നെ നമുക്കേ ഈ കരളകുട്ടന്മാര ഏതെങ്കിലും ഒരു അരികത്തായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതെന്തിനാണെന്നറിയാവോ? പെട്ടെന്ന് എടുക്കാനായിട്ടാണേ. പക്ഷേ ഇതിൽ കിടന്ന് മുങ്ങി തപ്പിയാൽ പോലും ഒരു കരൾ പോലും കിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇതെങ്ങോടെങ്കിലുമൊക്കെ മാറും കേട്ടോ. എവിടെ ഇട്ടാലും അതെങ്ങോടെങ്കിലുമൊക്കെ മാറും. അപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് പറ്റട്ടെ കേട്ടോ. പറ്റി കഴിയുമ്പോൾ കാണിച്ചു തരാവേ. അപ്പോൾ നമ്മുടെ അയിലക്കറി സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇവിടെ എല്ലാവർക്കും അധികം ചാറ് വേണേ, അതുകൊണ്ടാണ് കേട്ടോ അധികം പറ്റിക്കാത്തത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.